ഒരു സംശയവുമില്ല, അദ്ദേഹത്തിന്റെ അസാന്നിധ്യം നമ്മൾ അറിയുന്നില്ല. കാരണം ഭൗതികമായി അദ്ദേഹം ഇല്ലാത്തേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ചരമദിനത്തോട് അടുത്തു വന്നപ്പോൾ മലയാളി ഉള്ളിടത്തെല്ലാം അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മ സ്വാഭാവികമായിട്ട് വരിക. അതിന് ഒരു കാരണം വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം വന്നപ്പോൾ തന്നെ ഏറ്റവും വലിയ ലോകത്തിലെ കപ്പലിൽ ഒന്ന് വരിക, മദർഷിപ്പ് വരികയാണ്. ഇന്ത്യയിൽ അങ്ങനെ സംവിധാനം ഇന്ന് ഒരു ഡ്രഡ്ജിങ് പോലും ഇല്ലാതെ, ഈ രാജ്യത്ത് ഡ്രഡ്ജിങ് പോലും ഇല്ലാതെ തിരുവനന്തപുരത്ത് അങ്ങനെ സംവിധാനം ഒരുക്കി ഏറ്റവും വലിയ ഷിപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി പ്രയത്നിച്ച ആളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പേര് വരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ചരമദിനത്തോട് തന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞാന് 14 മുതൽ പല പരിപാടികൾ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്നലെ തന്നെ ആ പരിപാടി തുടങ്ങിയത് ഞാൻ പറയുക. ഈ കപ്പൽ അടുത്തപ്പോൾ തന്നെ അതിനകത്ത് ചിലർ പേര് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ലെന്നേ. പേര് പറഞ്ഞില്ലെന്നും പ്രശ്നമില്ല. ജനങ്ങളുടെ മനസ്സിൽ ഉമ്മൻചാണ്ടിയുടെയാണ് വിഴിഞ്ഞം. ആര് പേര് പറഞ്ഞാലും ഇല്ലേലും ശരി. ചിലപ്പോ പേര് പറഞ്ഞാലാ കുഴപ്പം. അതുകൊണ്ട് പേരൊന്നും പറയേണ്ട കാര്യമില്ല. കേരളത്തിലെ ജനങ്ങൾക്കറിയാം 6000 കോടിയുടെ അഴിമതിയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു പൈസയുടെ അഴിമതി കണ്ടെത്താൻ സാധിച്ചു. 6000 കോടിയുടെ അഴിമതി, ഒരു പൈസയുടെ അഴിമതി ഇല്ലാത്ത സ്ഥലം. ഇതാണ് രാജ്യത്തിന്റെ അവസ്ഥ. എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ ആരെയും നമസ്കരിക്കുന്നില്ല. ഞാൻ ഇടതുപക്ഷ സർക്കാരിനെ അഭിനന്ദിക്കുക. പ്രത്യയ ശാസ്ത്രത്തിന്റെ പിടിവാശി വെച്ച് ഇതിനെ തടഞ്ഞില്ലല്ലോ. പണ്ട് സോളമൻ പറഞ്ഞില്ലേ, സോളമന്റെ അടുത്ത് ഒരു രണ്ടമ്മമാര് വന്നു. ഇപ്പം ഒരമ്മ പറഞ്ഞു മുറിച്ചാരും തന്നാ മതി. മറ്റേ അമ്മ പറഞ്ഞു എനിക്ക് വേണ്ട, കൊടുത്തോളാൻ പറഞ്ഞു. ഞങ്ങൾ അതേ പറയുന്നുള്ളൂ. രണ്ടാമത്തെ അമ്മയാണ്, കൊടുത്തോളൂ, മുറിക്കണ്ട, കൊല്ലണ്ട, ഈ നാട്ടിൽ ഇത് നടന്നാൽ മതി, ക്രെഡിറ്റ് എടുത്തു, ഒരു സംശയമില്ല. ഇതേപോലെ എത്രയോ ക്രെഡിറ്റ് നിങ്ങൾ കിട്ടിയിട്ടിരിക്കുന്നു. കൊച്ചി മെട്രോ ക്രെഡിറ്റ് ആർക്കാണ്? LDF-ന്റെ അല്ലേ? കണ്ണൂർ എയർപോർട്ട് ആരുടെയാ? LDF-ന്റെ അല്ലേ? ഇൻഫോ പാർക്ക് ആരുടെയാ? അതും LDF-ന്റെ അല്ലേ? ആ ക്രെഡിറ്റ് വെച്ചിട്ട് ശരിക്കും പറഞ്ഞ തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെ ആ മെട്രോയും കൂടെ ഒന്ന് നന്നാക്കി കൊടുത്തേ. അതിന്റെ ക്രെഡിറ്റ് കൂടെ എടുത്തു. കാരണം ക്രെഡിറ്റ് എടുക്കുന്നതല്ല, കാര്യം നടക്കണം. ഇവിടെ വിഴിഞ്ഞം എന്നുള്ളത് ഈ നാടിന്റെ സ്വപ്നം, ഈ രാജ്യത്തിന്റെ സ്വപ്നം, അത് നടപ്പിലാക്കണ്ടേ? പക്ഷെ എനിക്കും ആഗ്രഹമുണ്ട് അതേപോലെ ആവണം. കാരണം എങ്ങനെയാണ് മറ്റുള്ളവരെ കരുതാൻ സാധിക്കുക ക്ഷമയോടെ? ഇന്ന് ഗവർണർ പറഞ്ഞു അദ്ദേഹത്തിന്റെ മുറിയിൽ ജനലുള്ളത് അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടിയാണ്. കിടക്കുന്ന മുറിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ജനലുണ്ടായിരുന്ന ആൾക്കാർക്ക് ഒന്ന് കൈവിട്ട് വിളിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ആർക്കും അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലീഡർഷിപ്പ്. അങ്ങനെ അദ്ദേഹം നമ്മളോടൊപ്പം നിന്നില്ല. ഞാൻ മകരം നിലയിൽ കൂടുതൽ പറയുന്നത് ശരിയല്ല. പക്ഷെ എന്തായാലും അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല. നാടിന് ഏറ്റവും വലിയ നഷ്ടം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഞാൻ അദ്ദേഹം അടുത്ത് നിന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഞാൻ കണ്ടിട്ടുള്ളതാണ്. UDF സർക്കാർ 2015 വന്നപ്പോൾ 5 മണിക്കൂറും പോലും ഉറങ്ങാത്ത ദിവസങ്ങൾ, ആദ്യത്തെ 100 ദിവസം 3 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉറങ്ങിയ ദിവസങ്ങൾ. അങ്ങനെ കേരളത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഇന്ന് എയർ കേരള വരുന്നു എന്നൊരു വാർത്ത കേട്ടു. അത് പ്രൈവറ്റാ. ആരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഗവൺമെന്റിന്റെ അല്ലേ. ഞാൻ പറഞ്ഞു ഗവൺമെന്റ് ആണെങ്കിലും ശരി, പ്രൈവറ്റ് ആണെങ്കിലും ശരി, ഇത് നടപ്പാക്കുക വേണ്ടത്. പേരാരും കൊണ്ടുപോയിക്കോട്ടെ, ആശയം നടപ്പാക്കണം. ആശയം ഉമ്മൻചാണ്ടിയുടെ, പേര് പ്രൈവറ്റ് നടപ്പാക്കിക്കോട്ടെ, പക്ഷെ ആശയം ഉമ്മൻചാണ്ടിയുടെ. എന്താണ്? കേരളത്തിന് സ്വന്തമായ ഒരു എയർലൈൻ വേണം. കേരളത്തിന്റെ മലയാളിക്ക് ഒരു എയർലൈൻ വേണം. മലയാളിയുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എയർലൈൻ, പ്രവാസിയുടെ വിഷമം മനസ്സിലാക്കുന്ന ഒരു എയർലൈൻ, പ്രവാസികൾക്ക് കോടിക്കണക്കിന് രൂപ ഈ നാട്ടിലേക്ക് അയക്കുന്ന, ഈ നാടിനെ നിലനിർത്തുന്ന പ്രവാസികളെ സംരക്ഷിക്കുവാൻ എയർലൈൻ വേണ്ടേ? ഇവിടെ എയർ കേരള നടപ്പായാൽ അത് ഉമ്മൻചാണ്ടിയുടെ വിജയമാണ്. അത് ഗവൺമെന്റ് നടപ്പിലാക്കിയാലും ശരി, പ്രൈവറ്റ് നടപ്പിലാക്കിയാലും ശരി. കാരണം പ്രവാസിയെ സംരക്ഷിക്കുവാൻ ഇവിടെ ഒരു എയർലൈൻ വേണ്ടത് മലയാളിയുടെ ആവശ്യമാണ്. ലക്ഷക്കണക്കിന് മലയാളികളാണ് ദുബായിലുള്ളത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കേരളത്തിന് പുറത്ത്, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുള്ളത്. ഒന്ന് ചണ്ഡീഗഡിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നോക്കിയേ, ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നോക്കിയേ. ചിലപ്പോ ദുബായിയെ കൂട്ടി കാശ് കൊടുക്കേണ്ടി വരും. ചണ്ഡീഗഡിലെ മലയാളികൾ എന്നോട് പഞ്ചാബിൽ ഇലക്ഷൻ പോയപ്പോൾ പറഞ്ഞു ചണ്ഡീഗഡിൽ നിന്ന് ഇവിടം വരെ വരാൻ ഭയങ്കര കാശ്, ഒരു എയർലൈൻ, ഒരു ഫ്ലൈറ്റ് തുറക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതാണ് പ്രശ്നങ്ങൾ.
ഇപ്പൊ എയർ കേരള വന്നാൽ എനിക്ക് അവരോടൊന്ന് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഇന്ന് ചിലപ്പോൾ ചില നഷ്ടങ്ങൾ വന്നേക്കാം, പക്ഷെ പ്രവാസിയെ നിങ്ങൾ സംരക്ഷിക്കണം. പ്രവാസിയുടെ പ്രശ്നം നിങ്ങൾ പഠിക്കണം. പ്രവാസിക്ക് വേണ്ടി നിങ്ങൾ ഫ്ലൈറ്റ് ഓടിക്കണം. എത്രയോ പേർ ഇന്നും മലയാളികൾ നാട്ടിൽ വരാൻ സാധിക്കാതെ ഇന്നും നിലനിൽക്കുന്നു. അങ്ങനെയുള്ള കേരളത്തെ സംരക്ഷിക്കുവാൻ എയർ കേരള പോലെയുള്ള ആശയങ്ങൾ നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് നിൽക്കാം. വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് ആരും എടുത്തോട്ടെ, കുഴപ്പമില്ല. 91 മുതൽ നമ്മുടെ സ്വപ്നമാണ്. കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എം വി രാഘവൻ കണ്ട സ്വപ്നം, ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ഇന്നാണ്. ആ സ്വപ്നത്തിന്റെ പക്ഷെ ഏറ്റവും ശക്തമായ നിലപാടുകൾ തീരുമാനങ്ങൾ എടുത്തത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കെ ബാബു MLA മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന് നമുക്ക് മറക്കുവാൻ സാധിക്കത്തില്ല. എറണാകുളം ജില്ലയിലെ ശക്തനായ നേതാവ്. അങ്ങനെ ഈ നാടിന്റെ വികസനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ ചിലർ ശ്രമിക്കുന്നത് എന്തറിയോ, ചരിത്രം തിരുത്തുവാനുള്ള ശ്രമം. അതാണ് അംഗീകരിക്കാൻ സാധിക്കുന്നത്. ചരിത്രം തിരുത്തി ഞങ്ങൾ മാത്രമാണ് എല്ലാം ചെയ്തത്, ഞങ്ങൾക്കല്ലാതെ വേറെ ആർക്കും ക്രെഡിറ്റില്ല. അതുകൊണ്ട് ആ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാൻ ബുദ്ധിമുട്ട്. പ്രതിപക്ഷ നേതാവ് വന്നാൽ സത്യങ്ങൾ പറയും, പ്രതിപക്ഷ നേതാവ് യാഥാർത്ഥ്യങ്ങൾ പറയും. അങ്ങനെ യാഥാർത്ഥ്യം പറയുന്നത്, യാഥാർത്ഥ്യം കേൾക്കുവാൻ ചിലർക്ക് സാധിക്കത്തില്ല. ഇവിടെ കൊച്ചി മെട്രോ വന്നു. അന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് പ്രണബ് മുഖർജിയാണ്. കർണാടകത്തിൽ അതേ ദിവസം പ്രസിഡന്റിനെ വിളിച്ചിട്ടാണ് മെട്രോ ഉദ്ഘാടനം ചെയ്തെങ്കിൽ ഇവിടെ പ്രധാനമന്ത്രിയെ വിളിച്ചു. പക്ഷേ നല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിളിക്കുന്നതിന് കുഴപ്പമില്ല. വീണ്ടും പ്രതിപക്ഷത്തെ അവഗണിച്ചു. BJP എങ്ങനെയാണോ പ്രതിപക്ഷത്തെ ഡൽഹിയിൽ അവഗണിക്കുന്നത്, അതുപോലെ തന്നെ കേരളത്തിലും അവഗണിക്കും. രണ്ടുപേരും തെരഞ്ഞെടുപ്പിന് ശേഷം ചെറിയ മാറ്റങ്ങൾ ഡൽഹിയിൽ BJPക്ക് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കോൺഗ്രസിനെതിരായിട്ടുള്ള സമീപനത്തിൽ CPM-ന് ഒരു മാറ്റമില്ല. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഷാഡോ ചീഫ് മിനിസ്റ്ററാണ്. അദ്ദേഹത്തെ പോലും വിളിക്കുവാനുള്ള മനസ്സ് കാണിക്കാത്ത ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറിയെങ്കിൽ എന്തുകൊണ്ടും